friends, welcome to Road to Bethlehem. Road to Bethlehemന്റെ ജോയ്ഫുൾ ജേർണിയിൽ നമ്മൾ നസറത്തിൽ വന്ന് നിൽക്കുവാണ്. ഇന്ന് നമ്മുടെ ഫാമിലിയായിട്ട് റിഫ്ലക്ട് ചെയ്യേണ്ട ബൈബിൾ വാക്യം ലൂക്ക 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. Our first segment, the Bible word. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വചനഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ഗബ്രിയേൽ ദൈവദൂതൻ ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ജോസഫുമായി കല്യാണം നിശ്ചയിച്ചിരുന്ന കന്യകയായ മറിയത്തിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. തുടർന്ന് പറയുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണമെന്ന്. ഇത് കേട്ടപ്പോൾ മറിയത്തിന് ആകെ സംശയമായി. ഇതെങ്ങനെ നടക്കും? പക്ഷേ ഇതെങ്ങനെയാ സംഭവിക്കുക എന്ന് മറിയം ചോദിച്ചപ്പോൾ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന്. അതുമാത്രമല്ല, ഒരടയാളം കൂടി കൊടുത്തു. വയസ്സായി ഇനി പ്രസവിക്കില്ല എന്ന് എല്ലാവരും വിചാരിച്ചിരുന്ന എലിസബത്ത് ഇളയമ്മ ഇപ്പോൾ 6 മാസം ഗർഭിണിയാണെന്ന്. ഇതോടുകൂടി മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇത് നടക്കുമോ? നമ്മൾ വിശുദ്ധരായ കുട്ടികളാകണമെന്ന് ദേവദൂതരെ പോലെ നമ്മുടെ അപ്പയും അമ്മയുമോ അല്ലെങ്കിൽ ടീച്ചർമാരോ ഒക്കെ പറയുമ്പോഴും നമുക്ക് തോന്നും, ഇതൊക്കെ നടക്കുമോ എന്ന്. എന്നാൽ നമ്മുടെ മാതാവായ മറിയം പറഞ്ഞതുപോലെ നമുക്കും പറയാം, ഇതാ കർത്താവിന്റെ ദാസി, അല്ലെങ്കിൽ ഇതാ കർത്താവിന്റെ ദാസൻ, ദൈവത്തിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. എന്നിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. ഈശോ നമ്മെ അനുഗ്രഹിക്കും, ഉറപ്പ്. അപ്പോൾ എല്ലാവരും ലൂക്ക 1:26-38 വചനഭാഗം വായിക്കണം. നിങ്ങൾ റെഡിയല്ലേ? നമുക്കൊരു കഥ കേട്ടാലോ? Let's move to the second segment, story time. ഹായ് കൂട്ടുകാരെ, സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ പോകുന്നു നമ്മുടെ ക്രിസ്മസ് ഒരുക്കമൊക്കെ. നമ്മൾ ക്രിസ്മസിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളല്ലേ, എല്ലാ ദിവസവും ബൈബിളൊക്കെ വായിച്ച് നമ്മൾ മിടുക്കരായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് നമുക്ക് ടൂർസിലെ വിശുദ്ധ മാർട്ടിൻ്റെ ജീവിതത്തിലെ ഒരു കുഞ്ഞു സംഭവം പരിചയപ്പെടാം. മാർട്ടിൻ ഒരു പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം പട്ടാള ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു ക്രിസ്മസ് സീസൺ, നമുക്കറിയാം ക്രിസ്മസ് സീസണിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര തണുപ്പാണല്ലേ. പുറം രാജ്യങ്ങളിലൊക്കെ മഞ്ഞ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ആ മഞ്ഞുകാലത്ത് അവർക്ക് ധരിക്കാനായിട്ട് പ്രത്യേകം വസ്ത്രങ്ങളൊക്കെ ഉണ്ട്. മാർട്ടിൻ രാത്രിയിൽ കുതിരപ്പുറത്ത് വളരെ വേഗതയിൽ ഇങ്ങനെ പോവാണ്. ഒരു സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് മാർട്ടിന് തോന്നി അവിടെ ആരോ ഇരിക്കുന്നു. അദ്ദേഹം മുമ്പോട്ട് പോകണോ, പക്ഷെ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ആരോ ഇങ്ങനെ പുറകോട്ട് വലിക്കുന്നു, അദ്ദേഹത്തിനെ പോയി നോക്കണം, അങ്ങനൊരു ചിന്ത മാർട്ടിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. മാർട്ടിൻ വേഗം കുതിരയെ തിരിച്ച് വിട്ട് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ഒരു ട്രൗസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ, പുറം കുപ്പായ ഒന്നുമില്ല, മുകളിലേക്ക് വസ്ത്രമൊന്നുമില്ല, ഇങ്ങനെ ഇരുന്ന് വിറച്ചിരിക്കുവാണ്. ആ ഇരിപ്പ് അദ്ദേഹം ഇരുന്നാൽ ഉറപ്പായിട്ടും മരിക്കുവാനുള്ള സാധ്യതയുണ്ട്. മാർട്ടിൻ വേഗം ഓടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് ദേഹം ഇങ്ങനെ ഐസായിട്ടിരിക്കുകയാണ്. വേഗം മാർട്ടിൻ തൻ്റെ പുറം കുപ്പായം എടുത്ത് അത് 2ആയിട്ട് കീറി ഇതിങ്ങനെ പുതപ്പിച്ചു കൊടുത്തു. പുതപ്പിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ശാന്തമായിട്ട് മാർട്ടിൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. മാർട്ടിൻ ശരി വരട്ടെ എന്ന് പറഞ്ഞ് കുതിര ഓടിച്ച് മാർട്ടിൻ അങ്ങ് പോയി. ആ രാത്രിയിൽ മാർട്ടിന് മനോഹരമായൊരു സ്വപ്നമുണ്ടായി. സ്വപ്നത്തിൽ എന്താണെന്നറിയാവോ? ഈശോ ഈ പകുതി കീറിക്കൊടുത്ത് പുറം കുപ്പായവും ധരിച്ച് വന്ന് മാർട്ടിൻ്റെ മുമ്പിൽ വന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം മാർട്ടിൻ ചോദിക്കുന്നു, ഈശോയെ നീ എന്നെ പുതപ്പിച്ചു, എന്തൊരു തണുപ്പായിരുന്നെന്നറിയാവോ മാർട്ടിൻ? ആ തണുപ്പത്ത് ഞാൻ വിറച്ച് മരിച്ചു പോകുമെന്ന് വിചാരിച്ചു, പക്ഷെ നീ എന്നെ അവഗണിച്ചില്ല. നീ എൻ്റെ അടുത്ത് വന്നു, എന്നെ നോക്കി പുഞ്ചിരിച്ചു, നിൻ്റെ പുറം കുപ്പായം എനിക്ക് വലിയ ചൂടും സ്നേഹവും നൽകി. നന്ദി മാർട്ടിൻ എന്ന് പറഞ്ഞ് ഈശോ ചിരിച്ചുകൊണ്ട് അപ്രത്യക്ഷനായി. ഇത് ബ്യൂട്ടിഫുള്ളല്ലേ? നമ്മൾ ആർക്കെന്ത് ചെയ്താലും അത് ഈശോയ്ക്കാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മൾ അതല്ല വായിക്കുന്നത്. നമ്മൾ ജയിലിലായിരുന്നവരെ സന്ദർശിച്ചു, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു, വസ്ത്രമില്ലാത്തവർക്ക് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ചെയ്യാനായിട്ട് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മാർട്ടിൻ്റെ ഈ ജീവിതം പിന്നീട് അദ്ദേഹം വിശുദ്ധനായിട്ട് മാറുകയാണ്.
അപ്പോൾ നമ്മൾ വിശുദ്ധിയിലേക്കുള്ളൊരു പടവാണ്. മറ്റുള്ളവരിൽ നമുക്ക് ഈശോയെ കാണാനായിട്ട് പറ്റണം അല്ലേ? നമ്മൾ ആർക്ക് എന്ത് ചെയ്താലും അത് ഞാൻ എൻ്റെ ഈശോയ്ക്കാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഉറപ്പോടുകൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ബൈ. എല്ലാവരും കഥ കേട്ട് കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ ഇന്ന് ഏത് രാജ്യമാണ് ക്രിസ്മസ് കാഴ്ചയിൽ നിന്ന്? ഞങ്ങൾ പറയാം. ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിലെ ക്രിസ്മസ് കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ലെറ്റ്സ് മൂവ് ടു ക്രിസ്മസ് അറൗണ്ട് ദ വേൾഡ്. നാനാജാതി മതസ്ഥർ ഒരുമിച്ച് പാർക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മതവിഭാഗത്തിൻ്റെ പ്രത്യേക ആഘോഷം എന്നതിനപ്പുറം ക്രിസ്തുമസ് ഏവർക്കും സന്തോഷം പകരുന്ന ആഘോഷമാണ്. മിക്ക സ്ഥലങ്ങളിലും പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനുമുള്ള അവസരമായാണ് ഈ ദിവസം കണക്കാക്കപ്പെടുന്നത്. കാശ്മീർ മുതൽ നമ്മുടെ കേരളക്കര വരെ ഓരോ സംസ്ഥാനത്തിൻ്റെയും വ്യത്യസ്തമായ കാലാവസ്ഥകൾ കൊണ്ട് തന്നെ ക്രിസ്മസ് ആഘോഷവും വ്യത്യസ്തമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു. നിറങ്ങളും വിളക്കുകളും ഒക്കെയായി നാടും നാട്ടാരും പുറത്തിറങ്ങി ആഘോഷിക്കുന്ന ഈ സമയം ക്രിസ്മസിനൊരു യാത്ര പ്ലാൻ ചെയ്താൽ അതിലാദ്യം ഉൾപ്പെടുത്തുന്ന നാടായിരിക്കും ഗോവ. പോർച്ചുഗീസ് പാരമ്പര്യവും ആഘോഷങ്ങളിലെ വ്യത്യസ്തതയും ഇവിടെ നേരിട്ട് കണ്ടറിയുവാൻ സാധിക്കും. നിറങ്ങളാലും ലൈറ്റുകളാലും അലങ്കരിച്ചിരിക്കുന്ന നഗരങ്ങൾ തന്നെയാണ് പ്രധാന കാഴ്ച. അതിനുശേഷം പുലരുവോളം വീടുകൾ കയറിയിറങ്ങി നടക്കുന്ന കരോൾ സംഘങ്ങളും മാർക്കറ്റുകളും ഒക്കെ ഇവിടെ ക്രിസ്മസ് കാലത്ത് ഏറെ സജീവമാകുന്ന കാഴ്ചകളിലൊന്നാണ്. ക്രിസ്മസ് സമയത്ത് ഇന്ത്യയിലെ തലസ്ഥാനമായ ഡൽഹി മുതൽ എല്ലാ നഗരങ്ങളും ആഘോഷങ്ങളാൽ നിറഞ്ഞു നിൽക്കും. മുംബൈയിൽ ക്രിസ്മസിൻ്റെ ഭക്തിനിർഭരമായ ചടങ്ങുകളോടൊപ്പം നാടിൻ്റെ ആഘോഷങ്ങളാണ് മുംബൈയെ പ്രസിദ്ധമാക്കുന്നത്. എങ്കിലും ബാദ്രയിലെയും ഹിൽ റോഡിലെയും ചർച്ച് റോഡിലെയും ഒക്കെ പള്ളികളിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനായി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഇവിടെ എത്തുന്നു. ആഘോഷ പരിപാടികൾ ന്യൂ ഇയർ ആകുന്നതുവരെ ഇവിടെ സജീവമായിരിക്കും. വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ഷില്ലോങ്ങിലെ ക്രിസ്മസ് ആഘോഷം ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ ആഘോഷങ്ങളിലൊന്നാണ്. മലമടക്കുകളും കാടുകളും മഞ്ഞും ഒക്കെയായി ഒരു വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഇവിടുത്തെ ഓരോ കോണിലും ആഘോഷങ്ങൾ കാണാം. ഡിസംബർ ആരംഭിക്കുന്ന സമയം മുതൽ മാർക്കറ്റുകളും മേളകളും മത്സരങ്ങളും കരോളുകളും ഒക്കെയായി ഇവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഗംഭീരമായി കൊണ്ടാടുന്നു. തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ക്രിസ്മസ് ആഘോഷങ്ങൾ അലയടിക്കുമെങ്കിലും നമ്മുടെ കേരളത്തിൽ പ്രത്യേകമായി കുടുംബങ്ങളും സമൂഹങ്ങളും ക്രിസ്തുമസിനായി പ്രത്യേകം ഒരുങ്ങുന്നു. കരോൾ ഗാനങ്ങൾ ഒരുക്കുന്നതിനും വീടുകൾ കയറിയിറങ്ങി പാടുന്നതിനും നമുക്കും വലിയ ഇഷ്ടമാണല്ലോ. പ്രശസ്തമായ അനേകം കരോൾ ഗാനങ്ങൾ നമ്മുടെ മലയാളത്തിലുമുണ്ട്. ലോകത്ത് എവിടെയാണെങ്കിലും നമ്മൾ മലയാളികൾ ഒരുമിച്ചുകൂടി കരോൾ ഗാനങ്ങൾ പാടുകയും ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്യാറുണ്ട്. ക്രിസ്മസ് പാപ്പയായി വേഷമിടാനും സമ്മാനങ്ങൾ നൽകാനും വാങ്ങാനും നമ്മൾ മലയാളികൾക്ക് വലിയ ഇഷ്ടമാണ്. സാന്താക്ലോസിനോടുള്ള ഈ ഇഷ്ടം ക്രിസ്മസ് പാപ്പയെ അനേകം മലയാള സിനിമകളിൽ പോലും കഥാപാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. വീടുകളിലും നഗരങ്ങളിലും ദേവാലയങ്ങളിലുമെല്ലാം തന്നെ പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളുമൊക്കെ വെച്ച് ദീപാലങ്കാരങ്ങൾ ഒരുക്കുന്നതിന് നമ്മൾ മലയാളികളും മുന്നിൽ തന്നെയാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് തൃശൂർ അതിരൂപതയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ഘോഷയാത്ര ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് പാപ്പമാരുടെ ഘോഷയാത്രയാണ്. സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സദ്വാർത്തയാണ് ഈ ഘോഷയാത്ര പങ്കുവയ്ക്കുന്നത്. 10,000-ൽ അധികം പാപ്പമാരും അനേകം പ്ലോട്ടുകളും വാദ്യമേളങ്ങളും വിദേശത്തു നിന്ന് വരുന്ന കലാകാരന്മാരുടെ വലിയ ഷോകളും ഈ ഘോഷയാത്രയുടെ മാറ്റുകൂട്ടുന്നു. നമ്മുടെ രാജ്യം ഡിഫറെന്റ് കൾച്ചേഴ്സും ട്രഡീഷനും കൊണ്ട് ഭയങ്കര റിച്ച് ആണ്. ഇന്നത്തെ കാഴ്ച ഒരു ഡിഫറെന്റ് കാഴ്ചയായിരുന്നു. അതെ, അങ്ങനെ നമുക്ക് കളർഫുൾ ആയിട്ട് ഒരു പാട്ട് ഇട്ടിട്ട് വരാം. അവർ നെക്സ്റ്റ് സെഗ്മെന്റ് കാരൽ സിംഗിങ്. ഹലോ കൂട്ടുകാരെ,
റോഡ് ടു ബെത്ലഹേം എന്ന പ്രോഗ്രാമിലെ കരോൾ സിംഗിങ് സെഗ്മെൻറ്റിൽ ഞങ്ങൾ തൃശ്ശൂർ ചേതന സംഗീത് നാട്യ അക്കാദമിയിലെ സ്റ്റുഡൻസ് നിങ്ങൾക്കായി അബ് ചർവാഹെ എന്ന ഹിന്ദി ഗാനം ആലപിക്കുകയാണ്. ഹോപ്പ് യു എൻജോയ്. अब चरवाहे नचे झूम के, चरवाहे नचे झूम के, आज सभी गा रहे सुर मिला रहे, आज सभी गा रहे सुर मिला रहे, मिलके करे वंदना. चरवाहे नचे झूम के, चरवाहे नचे झूम के. राजा का जन्म हुआ पाई खबर, शांति बोलाया हमें ऊपर. राजा का जन्म हुआ पाई खबर, शांति बोलाया हमें ऊपर. ईश्वर मनुष्य बना बाल यीशु जन्म, आया मुक्ति दाता बनकर. चरवाहे नचे झूम के, चरवाहे नचे झूम के, आज सभी गा रहे सुर मिला रहे, आज सभी गा रहे सुर मिला रहे, मिलके करे वंदना. चरवाहे नचे झूम के, चरवाहे नचे झूम के. पावन गौशाला कहे बैतलहम में, एक नए राजा जहाँ जन्मे. पावन गौशाला कहीं बैतलहम में, एक नए राजा जहाँ जन्मे. ईश्वर मनुष्य बना बाल यीशु जन्म, आया मुक्ति दाता बनकर. चरवाहे नचे झूम के, चरवाहे नचे झूम के, आज सभी गा रहे सुर मिला रहे, आज सभी गा रहे सुर मिला रहे, मिलके करे वंदना. चरवाहे नचे झूम के, चरवाहे नचे झूम के. हमको संदेश मिला देवदूत से, मरियम ने जन्म बाल यीशु. हमको संदेश मिला देवदूत से, मरियम ने जन्म बाल यीशु. ईश्वर मनुष्य बना बाल यीशु जन्म, आया मुक्ति दाता बनकर. चरवाहे नचे झूम के, चरवाहे नचे झूम के, आज सभी गा रहे सुर मिला रहे, आज सभी गा रहे सुर मिला रहे, मिलके करे वंदना. चरवाहे नचे झूम के, चरवाहे नचे झूम के, चरवाहे नचे झूम के, चरवाहे नचे झूम के.
ബദ്ലേമിന്റെ അടുത്ത് എത്താറായി. നമ്മൾ ഇന്ന് മാർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലം നസ്രത്താണ്. നിങ്ങളെല്ലാവരും റെഡിയല്ലേ? ബാജോ നമുക്ക് മാർക്ക് ചെയ്യാം. അതെ, വാ. നമ്മുടെ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇന്നത്തെ ആക്ഷൻ ഇതാണ്. ഇന്ന് നമ്മൾ മാക്സിമം സമയം ജീസസ് ഐ ലവ് യു എന്ന് സ്നേഹത്തോടെ പറയണം. നിങ്ങളെല്ലാവരും പറയില്ലേ? ചെയ്യണം. ഇന്നലെ നൽകിയ ചോദ്യത്തിനുത്തരം ബത്ലഹേം. ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്ന് തിരഞ്ഞെടുത്ത വിജയി ശാന്തി മരിയ, ചാലിശ്ശേരി വളപ്പില ഹൗസ്, അരനാട്ടുകര PO, തൃശൂർ. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങളുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: ജോസഫ് ആരുടെ വംശത്തിൽപ്പെട്ട ആളായിരുന്നു? ഞാൻ ഒന്നും കൂടെ പറയാം. ജോസഫ് ആരുടെ വംശത്തിൽപ്പെട്ട ആളായിരുന്നു? ഉത്തരങ്ങൾ വേഗം അയക്കുക. അയക്കേണ്ട നമ്പർ 9605818881. ഞാൻ ഒന്നും കൂടെയും പറയാം, 9605818881. കൂട്ടുകാരെ, റോഡ് ടു ബത്ലഹേമിന്റെ പുത്തൻ എപ്പിസോഡുമായി ഞങ്ങൾ നാളെ വരും. നിങ്ങളും ഉണ്ടാവില്ലേ? അതുവരേക്കും ബൈ.